പോളിയോ ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട രാജേന്ദ്രൻ ഇന്ന് ജീവിതത്തിൽ തനിച്ചാണ്. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തിരുവനന്തപുരം സ്വദേശിക്ക് താങ്ങായി ഉറ്റവർ ആരുമില്ല. പ്രതീക്ഷകളില്ല. ഈ ജീവിതത്തിന് ശൂന്യത മാത്രം. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജേന്ദ്രന് പോളിയോ ബാധിക്കുന്നത്. താങ്ങായും തണലായും കൂടെയുണ്ടായിരുന്നവർ ഒന്നിനു പുറകെ ഒന്നായി മരണത്തിന് കീഴടങ്ങിയതോടെ രാജേന്ദ്രൻ ഒറ്റപ്പെട്ടു. 7 സെന്റ് ഭൂമിയിലെ മണ്ണുകൊണ്ടുള്ള വീടിനുള്ളിൽ ഇന്നയാൾ ഒറ്റയാൾ പോരാട്ടത്തിലാണ്. ആ നേർത്ത കൈക്കാലുകൾ വലിച്ചിഴച്ച് നിരങ്ങിയും നീങ്ങിയും വീടിന്റെ ഇരുണ്ട കോണിൽ നിന്ന് ഉമ്മറപ്പടിയിലേക്കെത്തുമ്പോൾ തൊടിയിലെ റബ്ബർ മരങ്ങളും രാത്രിയുടെ നിശബ്ദതയും രാജേന്ദ്രന് കൂട്ടുകാരാകുന്നു. കഴിഞ്ഞ 33 വർഷമായി രാജേന്ദ്രനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഇവ മാത്രമാണ്. വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം വഴിമുട്ടി. എന്നിരുന്നാലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ആരെയും ആശ്രയിക്കാതെ ആഹാരത്തിനുള്ളത് കണ്ടെത്തണമെന്നാണ് ഈ 40-കാരൻ പറയുന്നത്. വീടിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കിട്ടാതായതോടെ പിന്നീട് ശ്രമിച്ചില്ല. ജനപ്രതിനിധികളെ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. 3 പഠിച്ചോണ്ടിരുന്നപ്പോൾ പോളിയോ വന്ന അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ 3 പിന്നെ നിർത്തി. പിന്നെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, എല്ലാവരും മരിച്ചുപോയി. ഇപ്പം ഞാൻ ഒറ്റയാണ്. ആഹാരം ബുദ്ധിമുട്ടാണ്. വീട് പഞ്ചായത്ത് എഴുതി കൊടുത്ത് ഒന്നും കിട്ടണില്ല. അമൗണ്ട് അന്നപ്പോൾ എഴുതി കൊടുത്താൽ ഇന്നുവരെ കിട്ടിയില്ല. എനിക്ക് പോകേണ്ട ആവശ്യം ഒരു വണ്ടിയാണ്, ഓട്ടോ എടുപ്പിച്ച അത് കിട്ടിയാൽ പാകി കുറിക്കത്തോളം ജീവിക്കുക. വഴി ഇത് രണ്ടുമാണ് ആവശ്യം. ജീവിതമാർഗത്തിനായി ഒരു മുച്ചക്ര വാഹനവും കടന്നുപോകാൻ ഒരു വഴിയുമായാൽ ലോട്ടറി വിറ്റ് ഭക്ഷണത്തിനുള്ള വരുമാനം കണ്ടെത്താം രാജേന്ദ്രന്. ഇദ്ദേഹത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കായി കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.